കേരളം മീനച്ചൂടിൽ തിളച്ച് മറിയാണ്. അതേപോലെ തെരഞ്ഞെടുപ്പ് ചൂടിലും കൊടുമ്പിരി കൊണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലാണ്. എല്ലാ അടവുകളും പ്രയോഗിച്ചുകൊണ്ട് മൂന്ന് മുന്നണികളും സജീവമായി രംഗത്തുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ജയിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ലീഡ് ചെയ്യുന്ന ഏക സർക്കാരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനേക വർഷങ്ങളായിട്ട് പരാജയം മാത്രം രുചിക്കുന്ന ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ജീവൻ വയ്ക്കണമെങ്കിൽ ഈ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായേ പറ്റൂ. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇവിടെയും അതിനാവശ്യമുണ്ട്. അവർക്ക് വേണ്ടത് ഈ മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ടാണ്. അതിന് ചില മാധ്യമ പ്രവർത്തകർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. നുണപ്രയോഗം ഈ രാഷ്ട്രീയത്തിൽ നുണപ്രയോഗം എന്ന് തന്നെ വളരെ മോശമായ പ്രയോഗമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കാരണം അവരവരുടെ ഒരു ന്യായം പറയുന്നു, അത് രാഷ്ട്രീയത്തിലെ ചില തന്ത്രങ്ങളാണ്. പച്ച നുണ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ, നുണയൻ എന്ന് വിളിക്കുമ്പോൾ അത് രാഷ്ട്രീയ മര്യാദകേടാണ്. നമ്മുടെ സ്മൃതി പരുത്തിക്കടുണ്ടല്ലോ റിപ്പോർട്ടർ ടിവിയിലെ, പുള്ളിക്കാരത്തിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സതീശനെ നുണയൻ, പെരുന്നുണയൻ എന്നൊക്കെ LDFും CPMന്റെ നേതാക്കളും DYFI നേതാക്കളും ഒക്കെ വിശേഷിപ്പിക്കുന്ന പുള്ളിക്കാരത്തിക്ക് തീരെ രസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അതൊക്കെ രാഷ്ട്രീയത്തിൽ വെറും മര്യാദകേടാണെന്നാണ് അവരുടെ അഭിപ്രായം. ബാക്കി കൂടെ അവർക്ക് പറയാണ്ടാവും. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക. അതിപ്പോൾ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലല്ല, എന്റെ സംശയമല്ല. വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. അയ്യോ പാവം സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു തത്രപ്പാട് കണ്ടോ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒന്ന് സുഖിപ്പിച്ചെടുക്കാനും വെളുപ്പിച്ചെടുക്കാനും പെടാപ്പെടുന്നത് കണ്ടോ? നമ്മൾ ലോകം തന്നെ ഞെട്ടിത്തെരിച്ചൊരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം വയനാട്ടിൽ സംഭവിച്ചത്. ഒരൊറ്റ രാത്രിയിൽ 2-3 ഗ്രാമങ്ങൾ അപ്പാടെ ഒഴുകിപ്പോയി. അതിലുണ്ടായിരുന്ന വീടുകളും മനുഷ്യരും എല്ലാവരും ഒഴുകിപ്പോയി. അതിൽ അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരെ പുനരധിവസിപ്പിക്കാനായിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു. അവർക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അതനുസരിച്ചിട്ട് സർക്കാരിൻ്റെ ആ ടൗൺഷിപ്പ് അവിടെ ഉയർന്നു കഴിഞ്ഞു. 95% പണി പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടവരും ഉടയവരൊക്കെ ഉണ്ടെങ്കിലും ആ വേദനകളൊക്കെ സഹിച്ച് അവർ വലിയൊരു സന്തോഷത്തോടു കൂടി അവിടെ താമസിക്കാനായിട്ട് റെഡിയാകുകയാണ്. അവിടുത്തെ പണി കഴിഞ്ഞില്ല എന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നതെങ്കിൽ ഈ സർക്കാരുമായി ഒരു വിധത്തിലും സഹകരിക്കില്ലെന്നും സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കാശ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൗൺഷിപ്പിന് തങ്ങളില്ലെന്നും തങ്ങൾ തനിയൊരു 100 വീട്, 100ഒന്നുമല്ല അവരാദ്യം പറഞ്ഞാൽ, അതിൽ കൂടുതലൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് തനിയെ പറയുന്നു. പക്ഷേ ആ ഫണ്ട് എവിടെ എന്താണെന്ന് അറിയില്ല. അതിനൊക്കെ വലിയ തർക്കം രൂപക്കൊള്ളുന്നു. അതിൻ്റെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. അവസാനം കോൺഗ്രസ് അത് ഏറ്റെടുത്ത് ഏതാണ്ട് 100 വീട് വെച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആ പാർട്ടിയെ വിശ്വസിച്ച് ഈ ദുരന്തബാധിതരൊന്നും അങ്ങോട്ട് പോയി പറഞ്ഞതല്ല, കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു 100 വീട് വെച്ചു തരുമോ എന്ന് പറഞ്ഞതല്ല. ഇവർ അങ്ങോട്ട് പോയി പറഞ്ഞതാണ്, ഞങ്ങൾ 100 വീട് വെച്ച് തരാം എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു പാർട്ടിയോട് കൂറുള്ളവരും സ്നേഹമുള്ളവരും എന്നാൽ തങ്ങളുടെ പാർട്ടി വെച്ച് തരുന്ന വീട് മതി എന്ന് നിശ്ചയിച്ചുകൊണ്ട് കുറേ പേര് അങ്ങനെ കാത്തിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അവിടെ ഈ ദുരന്തബാധിതർക്ക് ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. ഇതിനെയാണ് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് എന്തായി വീട് പണിയെന്ന്. കാരണം 1 മാസത്തിലേറെയായി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നിട്ട് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു കല്ലിടൽ കർമ്മം നടത്തി സ്ഥലം കാലിയാക്കിയിട്ട്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ആ സ്ഥലം ആരും വന്ന് പരിശോധിക്കാതിരിക്കാനായി ചുറ്റും ഇരുമ്പ് വേലിയൊക്കെ കെട്ടിയിട്ട് മൂടിയിട്ടിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFIയുടെ നേതൃത്വത്തിൽ ഒരു കുടിൽ കെട്ടി സമരം തുടങ്ങി. അത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചിരിക്കുന്നു. തങ്ങൾ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് കുടിൽ കെട്ടാൻ വന്ന അടിച്ചൊടിക്കുമെന്ന് വരെ ഉള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പക്ഷേ അത് പച്ചയായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഗ്യാരണ്ടിയൊക്കെ കൊടുക്കില്ല. 5 ഗ്യാരണ്ടിയൊക്കെ കേരളത്തിന് മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുമ്പോൾ വിശ്വാസം വരേണ്ട മനുഷ്യന് തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നടത്താൻ കഴിയുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടേ. കേവലം ഒരു 100 വീട് വെച്ച് കൊടുക്കുന്ന കാര്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത്. പിന്നെയാണ് ഇവർ ഈ 5 ഗ്യാരണ്ടികൾ കേരളം മുഴുവൻ നടപ്പിലാക്കാൻ പോണത്. ആ വീഴ്ചയെയാണ് ഈ മാധ്യമ പ്രവർത്തക ഒരു ചാനലിലിരുന്നിട്ട്
വെളുപ്പിക്കാൻ നോക്കുന്നത്, സതീശനെ നുണയൻ എന്ന് വിളിച്ചതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്, കലി തുള്ളിച്ചാടുന്നത് എന്നുള്ളത് നമ്മൾ കാണാം. അപ്പം എന്ത് തുന്യാസം നടത്തിയാലും അതിനെ പിന്തുണയ്ക്കാൻ തങ്ങളുണ്ട് എന്ന് ഏതാനും മാധ്യമപ്രവർത്തകർ നമ്മളെ കാണിച്ചു തരുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത്. എന്തായാലും ആ മാധ്യമപ്രവർത്തകർക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. നുണ പറഞ്ഞാൽ ഡോക്ടർ അരുൺ, പറയുക നുണ എന്ന വാക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, ഓരോ കാലത്തും ഞാനൊരു കാര്യം പറ്റേ ഞാൻ പറയുന്നത് നോക്കൂ. 2006 പോയി 2006 പരിപാടിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെ കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതിലെടുക്കുന്ന സമയമുണ്ട്. അതൊരു നുണയാന്ന് പറയണ്ട. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ കേട്ടോ. സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു കൗശലം നോക്കിയ പതിയെ ആ വിഷയത്തിൽ നിന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ശ്രമം നടത്തുന്നത് കണ്ടു. എങ്ങനെയെങ്കിലും ഈ സതീശനെ ഒന്ന് രക്ഷിച്ചെടുക്കണം, കോൺഗ്രസിനെ ഒന്ന് രക്ഷിച്ചെടുക്കണം, അതുവഴി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് അവർക്ക് ഒന്ന് വഴിയൊരുക്കണം എന്നുള്ള തന്ത്രപരമായൊരു നിലപാടെടുക്കുന്നത് കണ്ടോ? അല്ല, ഈ വയനാടിന്റെ കാര്യം പറയൂ. വയനാട് നമ്മുടെ മുന്നിൽ നോക്കൂ, എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു. അല്ല, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ വിളിച്ച് ചോദിച്ച് അറിയാവുന്ന അതൊക്കെ ഒരു സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് തോന്നുന്ന സംശയം തന്നെയാണ് അരുൺകുമാറെ. പക്ഷെ അതല്ലല്ലോ ഉദ്ദേശം. ഇവിടെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം, ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഈ ആള് നുണയനല്ല എന്ന് വരുത്തി തീർക്കണം എന്നുള്ളതല്ലേ. എന്നാലും അരുൺകുമാർ ചോദിച്ചതിന് മറുപടി എന്തായാലും ഈ മേഡത്തിനുണ്ടാവും. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല പറയാ. ഒന്നാമത്തെ കാര്യം അതിനുള്ള അബദ്ധം പറ്റിയതാണോ പറയുന്ന കേൾക്കൂ. ഞാൻ പറയുന്ന പൂർത്തിയാക്കട്ടെ. അതായത് ഭൂമി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ. ഭൂമി വാങ്ങിയിട്ടില്ല, അതുവരെ വാങ്ങിയിട്ടില്ല എന്ന പ്രശ്നമായിരുന്നു. ഫണ്ട് മുഴുവൻ കിട്ടിയോ എന്നുള്ള പ്രശ്നമായിരുന്നു. പൈസ കിട്ടി, ഭൂമി വാങ്ങി. ഭൂമി അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലോ എന്ന് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നേ. അതങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ എന്ന് വെച്ചാൽ കല്ലിട്ടു എന്നായിരിക്കും അതേ ഉദ്ദേശം. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നത്രേ ഉള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ എന്റെ അരുൺകുമാർ എത്ര ശ്രമിച്ചാലും മേഡത്തിന്റെ നിലപാട് മാറ്റുമെന്ന് കരുതുകയേ വേണ്ട. ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, സതീശനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം, സുഖിപ്പിച്ചെടുക്കണം. അത് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് KPCC ആഫീസാണോ എന്നൊന്നും ചോദിച്ചു കളയരുത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇത് ക്ഷീണം ചെയ്യാൻ പാടില്ല എന്നുള്ള ലളിതമായ ഒരു ഉദ്ദേശം മാത്രമേ മേഡത്തിനുള്ളൂ. 2 ഏക്കറയോ മറ്റുമാണ് അവിടെ ഈ സ്ഥലം എടുത്തിരിക്കുന്നത് പറയുന്നു. 2 ഏക്കറയിൽ 100 വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള മറുചോദ്യം നിങ്ങൾ ചോദിക്കരുത്. എന്തായാലും 2 ഏക്കർ എടുത്തിട്ടുണ്ട്. ആ സ്ഥല കച്ചവടത്തിന് വളരെ വൈകിപ്പോയി. ആ പണമൊക്കെ എവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മേഡം പറയുന്നു. എല്ലാ കണക്കും മേഡത്തിന് അറിയാമെങ്കിൽ എന്നാൽ മേഡം പറഞ്ഞാലും മതി. ഈ കണക്കൊക്കെ ഇതാ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, ഇന്ന ദിവസം പണി തുടങ്ങും, ഇന്ന ദിവസം കംപ്ലീറ്റ് ആവും, അവിടുത്തെ ഓരോ ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇന്നതാണ്. കാരണം സതീശന് സമയമില്ലല്ലോ. ഇതൊക്കെ വിളിച്ചു നോക്കാൻ പറ്റുമോ? ഡെയിലി പ്രോഗ്രസ് അന്വേഷിക്കാൻ പറ്റുമോ? എല്ലാം അറിയും സതീശന്. കേരളത്തിൽ നടക്കുന്ന ഒരു ഈച്ച അനങ്ങിയാൽ പോലും അറിയുന്ന സതീശന് പിന്നെ സ്വന്തം പാർട്ടി വയനാട്ടിൽ വീട് പണിയുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ? അതെന്തെങ്കിലും അവിടെ ഇത്തരം തമാശകൾ നമ്മൾ തുടർന്നും കാണേണ്ടി വരും. അതിൽ ഈ മാധ്യമ പ്രവർത്തകരും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നിരിക്കും. അതും കണ്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.